Happy birthday, Shami. Happy birthday. ചെറിയൊരു കഷ്ണം കൊടുത്താൽ മതി മതി മതി. ഇനി എന്നെ കട്ട് ചെയ്യോ? കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചോ. Happy birthday. Happy birthday. ഷ്യാമിയുടെ ജീവിതയാത്രയിൽ അവൻ്റെ ബർത്ത്ഡേക്ക് ഇത്ര അധികം ബർത്ത്ഡേ വിഷസും ഗിഫ്റ്റുകളും ഒക്കെ കിട്ടുന്നത് ആദ്യമാണ് കേട്ടോ. ഈ മേഖലയിൽ വന്നുപെട്ടത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നുന്നത് അവൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റം കൊണ്ട് തന്നെയാണ്. അവന് വായനശാലയിൽ പോയപ്പോഴൊക്കെ അവനെന്തോ ഞാനൊരു വലിയ സംഭവമാണ് എന്നൊരു ബിഹേവിങ്ങിൽ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ ഇതെവിടെയൊക്കെയോ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. രജനിക്ക് ഷേക്കൻഡ് കൊടുത്തതും മറ്റേ അവർക്കൊക്കെ കൊടുത്തതും തമ്മിൽ വ്യത്യാസം നോക്കിയൊക്കെ അവിടെ അവൻ എന്തോ വലിയ ആളായി എന്ന് അവനിക്ക് തന്നെ തോന്നിയതുപോലെ എനിക്ക് തോന്നി. ഇവിടെ എപ്പോഴും അങ്ങനെ കൊടുത്ത് ഒരു ലേസി ആയിട്ട്, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ ആൾക്കാരോടൊക്കെ എങ്ങനെയാണോ അതേമാതിരി അവിടെ നിന്ന് ഷേക്കൻഡ് കൊടുത്തപ്പോൾ അവൻ എന്തോ വലിയ ആളായി, ഞാനൊരു സ്പെഷ്യലാണ് എന്ന ഒരു മൈൻഡിലുള്ളൊരു ബിഹേവിങ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. അവനിക്ക് ഇത്ര അധികം ബർത്ത്ഡേ വിഷസ് 2-3 ദിവസമായിട്ട് എല്ലാവരും അവനക്ക് ബർത്ത്ഡേ വിഷസും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. മാത്രമല്ല ഈ മേഖലയിലേക്ക് വന്നുപെട്ടത് എന്തായാലും അവൻ്റെ ജീവിതത്തിന് പുരോഗതിയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവനെ ഇത്ര അധികം ശ്രദ്ധിക്കുന്നത് അവന് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ആ വായനശാലയിലെ കൂട്ടായ്മയിലുള്ള അവൻ്റെ പെരുമാറ്റം കൊണ്ട് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരാളെ അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത്. ഷാബിക്ക് അത് പറയാൻ കഴിയില്ലെങ്കിലും എനിക്ക് അവനെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ അവനെ എന്ത് പറയുമ്പോഴും ഷാബി വെരി ഗുഡ്, സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് പറയും. എനിക്ക് തന്നെ അറിയാം ഇത് ഞാൻ വെറുതെ ഫേക്കായിട്ട് പറയുകയാണ് എന്നുള്ളത്. കാലക്രമേണ അവനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ അടിപൊളിയാണ്. ശാസ്ത്രലോകമൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് ചിരി വരുന്നില്ലെങ്കിലും നിങ്ങളൊരു ഫേക്കായിട്ടൊരു ചിരി ചിരിച്ച് നോക്കൂ, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുതരും. അതുപോലെയൊക്കെ തന്നെ.